KSU ഈ പ്രശ്നത്തിലായിരുന്നു മാർച്ചെങ്കിൽ ഇത്തരമൊരു പ്രശ്നത്തിലൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് മാർച്ച് നടത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറയാൻ നിർബന്ധനാകുമായിരുന്നു. കാരണം SFI അത് അവരുടെ പ്രക്ഷോഭം നടത്തുന്നത് ഈ ചാൻസലർ എന്ന നിലക്ക് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെതിരെയാണല്ലോ. ഇവിടെ KSU എന്തിനാണ് മാർച്ച് നടത്തുന്നത്? എന്തിനാണ് മാർച്ച് എന്ന് പറയട്ടെ? ഏതാവശ്യത്തിനാണ്? ഏത് വിദ്യാർത്ഥി പ്രശ്നമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്? അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത്. അത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത് KSUക്കാർ തുടരും എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. എന്താണ് അതുകൊണ്ട് ഇവർക്ക് നേടാനുള്ളത്? എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകും. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ.